ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 മെയ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഫലങ്ങൾ. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഒരു മാസം വന്നു ചേരാവുന്ന കാര്യങ്ങൾ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി, ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി മേടത്തിൽ ആദിത്യനും ഇടവത്തിൽ വ്യാഴവും ചൊവ്വ കർക്കിടകത്തിലും കന്നിയിൽ കേതുവും നിൽക്കുന്നു. മീനം രാശിയിൽ ശനിയും ബുധനും ശുക്രനും സർപ്പനും നിൽക്കുന്ന ഗ്രഹസ്ഥിതിയാണ് മാസം തുടങ്ങുമ്പോൾ. എന്നാൽ മെയ് മാസം 14-ാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് മാസം 18-ാം തീയതി രാഹു കുംഭം രാശിയിലേക്ക് വക്രത്തിൽ വരുന്നു. അതുപോലെ തന്നെ കേതു വക്രത്തിൽ ചിങ്ങം രാശിയിലേക്കും വരും. ഇങ്ങനെയുള്ള ആ ഗ്രഹങ്ങളുടെ സ്ഥിതി പൊതുവിൽ വിലയിരുത്തിയിട്ടാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയുന്നു. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. കണ്ടകശനിയൊക്കെ മാറി വളരെ ഉന്മേഷത്തോടുകൂടി പ്രവർത്തനമൊക്കെ വിജയിക്കുവാൻ തുടങ്ങിയിരിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ. ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുക. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ കൊണ്ട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, മനപ്രയാസങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ അനുഭവിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർക്ക് മെയ് മാസം വളരെ നേട്ടങ്ങളുടെ മാസമാണ്. വ്യാഴമാറ്റമൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും. സമ്പത്ത് വർദ്ധിക്കും. സാമ്പത്തിക ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു. സഹോദരസ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ സഹായത്തിന് ഉണ്ടാകും. സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരായാലും മറ്റ് ഒരു സ്ഥാപനങ്ങൾ നടത്തുന്നവരായാലും ചെറിയ ചെറിയ സ്ഥാപനങ്ങളായാലും വൻകിട സ്ഥാപനങ്ങളൊക്കെ ആയാലും നടത്തുന്നവർക്ക് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു സന്ദർഭം. അതുപോലെ തന്നെയാണ് വാഹനം വന്നു ചേരുക. 4-ാം ഭാവാധിപൻ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാസം ഒരു ഉത്തമ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ വാഹനം ഉള്ളവരാണെങ്കിലും കുറച്ചുകൂടി മേന്മയുള്ള മെച്ചപ്പെട്ട ഉത്തമമായ വാഹനം വാങ്ങണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടുന്നതിന് സൂചനയുണ്ട്. എന്നിരുന്നാലും പരീക്ഷയൊക്കെ പാസ്സാകുവാനായിട്ട് സൂചനയുണ്ട്. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവരും ജോലിക്കായുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്നവര് പ്രത്യേകം ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ്. കടങ്ങളൊക്കെ വീടുവാൻ, ഏതെങ്കിലും തരത്തിൽ കടങ്ങളൊക്കെ വന്നിട്ട് ശ്രമിച്ചിട്ട് ഒരു തരത്തിലും അതിനൊരു പരിഹാരം കാണാൻ പറ്റാത്തവർക്ക് ഈ മാസം കടങ്ങൾ വീടുന്നതിന് എന്തെങ്കിലും ഒരു പുതിയ മാർഗം കണ്ടെത്തി ഒരു സാമ്പത്തിക സ്രോതസ് വന്നു ചേരുകയും പുതിയതായിട്ടൊരു സാമ്പത്തിക സ്രോതസ് വന്നു ചേരുകയും കടങ്ങളൊക്കെ വീടി തുടങ്ങുന്നതിനും ഒക്കെ ഒരു യോഗമാണ്. അതായത് ശമ്പളം വർദ്ധിപ്പിക്കുകയോ മറ്റ് ഇൻസെന്റീവ് കൂട്ടുക, അല്ലെ പുതിയ അഡീഷണൽ ആയിട്ട് ഓൺലൈൻ എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ പറ്റുക, മറ്റേതെങ്കിലും തരത്തിലൊരു കൃഷിയിൽ നിന്നോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിംഗ്, ബ്രോക്കറിംഗ് പോലെയുള്ള കാര്യത്തിൽ നിന്നോ അപ്രതീക്ഷിതമായ ജോലിയുടെ കൂടെ ഒരു സാമ്പത്തിക നേട്ടമുണ്ടാകുവാൻ സൂചനയുള്ള ഒരു മാസമാണ്. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്നു ഈ മെയ് മാസം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണവും
സമ്പൽ സമൃദ്ധവുമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും നല്ലതാണ്. കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഐശ്വര്യപൂർണ്ണമാണ്. പുതിയ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലി വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് സ്വന്തം നാട് വിട്ടാണെങ്കിലും സാധിക്കും. നിന്ന് കടന്ന അല്ലെങ്കിൽ കണ്ടകശനിയൊക്കെ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ തൊഴില് ബിസിനസ് നിർത്തേണ്ടി വന്നു, അങ്ങനെയുള്ളവർക്ക് അത് പുനർവിചിന്തനം ചെയ്ത് പുനരാലോചന ചെയ്ത് അത് ആരംഭിക്കുന്നതിനും അത് പുനരാരംഭിച്ച് സാമ്പത്തിക നേട്ടത്തിലേക്ക് വരുന്നതിനും സമ്പൽ സമൃദ്ധിയിലേക്ക് വരുന്നതിനും ഒക്കെ യോഗമുണ്ട്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് മെയ് മാസം ഇടവം രാശിക്കാർക്ക് അനുകൂലമാണ്. കൃഷിക്കാർക്ക് കാർഷിക രംഗത്ത് വിജയിക്കുവാനായിട്ട് സാധിക്കും. കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ നല്ലതാണ്. ഷെയർ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ബ്രോക്കറിങ്, മറ്റ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും ആത്മീയ രംഗത്ത് ഉള്ളവർക്കും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും ഗവൺമെന്റ് ജീവനക്കാർക്കും ഒക്കെ പൊതുവെ ആരോഗ്യവും മെച്ചമായിരിക്കുകയും ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും സാമ്പത്തിക നേട്ടങ്ങളും വന്ന് സുഖമായ കുടുംബജീവിതം നയിക്കുവാൻ, ഉത്തമ കുടുംബജീവിതം ഐശ്വര്യത്തോടുകൂടി നയിക്കുവാൻ ഒക്കെ സാധിക്കും. എവിടെയും ഒരു അംഗീകാരം കിട്ടുന്നതിനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് ഏറ്റവും തൊട്ടടുത്തുള്ള സർപ്പക്കാവിലാണെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യത്തിലേക്ക് വരുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.